നമസ്കാരം. പ്രധാന വാർത്തകൾ. പെരിയയിലെ അരുംകൊലയിൽ 5 വർഷത്തിനിപ്പുറം നീതി. 10 പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തം. മുൻ MLA KV കുഞ്ഞിരാമന് 5 വർഷം തടവ്. വിധിയിൽ തൃപ്തിയില്ലെന്ന് കുടുംബം. സ്മൃതി മണ്ഡപത്തിൽ വൈകാരിക നിമിഷം. വിധി സ്വാഗതം ചെയ്ത UDF. പഠിച്ച ശേഷം തുടർ നടപടിയെന്ന് K. സുധാകരൻ. CPMന്റെ കൊലപാതക രാഷ്ട്രീയത്തിനേറ്റ തിരിച്ചടിയെന്ന് VD സതീശൻ. മേൽക്കോടതിയെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുമെന്ന് MP ഗോവിന്ദൻ. അന്തിമ വിധിയല്ലെന്ന് TP രാമകൃഷ്ണൻ. കലാകേരളം തിരുവനന്തപുരത്തേക്ക്. സ്കൂൾ കലോത്സവത്തിന് നാളെ അരങ്ങുണരും. സ്വർണ്ണക്കപ്പിനെ വരവേറ്റ് അനന്തപുരി. ഒരുക്കങ്ങൾ പൂർണ്ണം. പാചകപ്പുര ഉണർന്നു. PV അൻവറിന്റെ UDF പ്രവേശനത്തിന് വഴിയടയുന്നു. MLAയുടെ ജനകീയ യാത്രയോട് മുഖം തിരിച്ച് കോൺഗ്രസ് ലീഗ് നേതാക്കൾ. ചർച്ചകൾ നടന്നിട്ടില്ലെന്ന് കോൺഗ്രസ്. തിരിച്ചടിയല്ലെന്ന് അൻവർ ന്യൂസ് 18നോട്. സ്വാമി സച്ചിദാനന്ദയെ തള്ളി വെള്ളാപ്പള്ളി നടേശൻ. ഷർട്ട് വിവാദമുയർത്തിയത് പ്രമാണിയാകാനുള്ള ശ്രമമെന്ന് പരിഹാസം. പ്രത്യേകിച്ച് ഇതൊരു പുതിയ അഭിപ്രായമൊന്നുമല്ല. സച്ചിദാനന്ദ സ്വാമി പറഞ്ഞു പുള്ളി ആ യോഗത്തിൽ ചെറിയൊരു പ്രഖ്യാപനം പ്രമാണിയാകാനായിട്ട് ചെയ്തതെന്ന് പറഞ്ഞല്ലോ. അതിനകത്ത് വലിയ കാര്യമുള്ള കാര്യമൊന്നുമില്ല. സുകുമാരൻ നായരുടെ പരാമർശത്തിന് ചെന്നിത്തലയുടെ പിന്തുണ. കാലാനുസൃത മാറ്റം വേണമെന്ന് PS പ്രശാന്ത്. പ്രതിഭയുടെ മകനെതിരായ കേസിൽ സജി ചെറിയാന്റെ വിചിത്രവാദം. പുകവലിക്കുന്നത് മഹാ അപരാധമോ എന്ന് മന്ത്രി. കൊച്ചു കുട്ടികളല്ലേ, അവര് കമ്പനി അടിക്കും, വർത്താനം പറഞ്ഞ് ചിലപ്പോൾ ഒരു പോ വലിച്ച അതിനെന്താ വലിച്ച ശരിയാണെന്നല്ലേ ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റ്, അത് വേറെ ഉപേക്ഷിക്കാം. വലിയൊരു മഹാപരാധമാണ്. പ്രതിഭ MLAയുടെ ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം. ചോദ്യപേപ്പർ ചോർച്ചയിൽ ഗൂഢാലോചന നടന്നതായി ക്രൈംബ്രാഞ്ച്. പിന്നിൽ പ്രതികളും സർക്കാർ ഉദ്യോഗസ്ഥരും. ലക്ഷ്യമിട്ടത് പൊതുവിദ്യാഭ്യാസ സംവിധാനത്തെ തകർക്കുക. റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചു. വടകരയിൽ കാരവനിൽ യുവാക്കൾ മരിച്ചത് കാർബൺ മോണോക്സൈഡ് ശ്വസിച്ച്. വാതകമുള്ളിലെത്തിയത് ജനറേറ്ററിൽ നിന്ന്. ദുരൂഹത നീങ്ങിയത് ശാസ്ത്രീയ പരിശോധനയിൽ. നിർണായക കണ്ടെത്തൽ നടത്തി NIT സംഘം. സിഡ്നി ടെസ്റ്റിലും തകർന്നടിഞ്ഞ് ഇന്ത്യ. ഒന്നാം ഇന്നിംഗ്സിൽ 185 പുറത്ത് 4 വിക്കറ്റ് വീഴ്ത്തി ബോളണ്ട്. ഓസീസിന് ഉസ്മാൻ ഖവാജയുടെ വിക്കറ്റ് നഷ്ടമായി. വാർത്തയിലേക്ക് വിശദമായി. പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ 10 പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തവും 2 ലക്ഷം രൂപ പിഴയും ശിക്ഷ. 1 മുതൽ 8 വരെയുള്ള പ്രതികൾക്കും 10, 15 പ്രതികൾക്കുമാണ് ഇരട്ട ജീവപര്യന്തം CBI കോടതി വിധിച്ചത്. മുൻ MLA കുഞ്ഞിരാമൻ അടക്കം മറ്റ് പ്രതികൾക്ക് 5 വർഷം തടവും കോടതി ശിക്ഷ വിധിച്ചു. വിധിയിൽ തൃപ്തരല്ലെന്ന് കുടുംബങ്ങൾ പ്രതികരിച്ചു. 10 പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തവും 2 ലക്ഷം രൂപ പിഴയുമാണ് കോടതി വിധിച്ചത്. 1 മുതൽ 8 വരെയുള്ള പ്രതികളും 10, 15 പ്രതികളുമാണ് ഇരട്ട ജീവപര്യന്തം അനുഭവിക്കേണ്ടത്. മുൻ MLA KV കുഞ്ഞിരാമൻ, CPM ഉദുമ ഏരിയ സെക്രട്ടറി K. മണികണ്ഠനടക്കം മറ്റ് 4 പ്രതികൾക്ക് 5 വർഷം തടവും 10,000 രൂപ പിഴയും ശിക്ഷിച്ചു. കൊച്ചിയിലെ പ്രത്യേക CBI കോടതിയുടേതാണ് വിധി. സ്വാഗതം ചെയ്യുന്നു. ഇത് തന്നെയാണ് ഏറ്റവും മാക്സിമം പണിഷ്മെന്റ് കിട്ടാൻ പറ്റുന്നത്. വധശിക്ഷയാണ് പ്രതീക്ഷിച്ചിരുന്നതെന്നും കോടതി വിധിക്കെതിരെ അപ്പീൽ പോകുമെന്നുമാണ് കുടുംബത്തിന്റെ നിലപാട്. പരമാവധി ശിക്ഷ വധശിക്ഷയാണ് നമ്മൾ ശ്രമിച്ചിരുന്നത്. വധശിക്ഷ കിട്ടിയില്ല. പക്ഷേ ഈ വിധിക്ക് സന്തോഷമാണ്. ശിക്ഷ കുറഞ്ഞു പോയി എന്നാണ് പറയാനുള്ളത്. ഇനിയിപ്പോൾ ഒരു 6 വർഷം കഴിഞ്ഞ നാട്ടിൽ വന്നാൽ വീണ്ടും അവർ ഇത് ആവർത്തിക്കും. ഞങ്ങൾ തൃപ്തരല്ല. കാരണം ഞങ്ങൾക്ക് ഞങ്ങളുടെ ഏട്ടന്മാർ നഷ്ടപ്പെട്ടു. അപ്പോൾ 8 വരെ ഉള്ള പ്രതികൾക്കെങ്കിലും വധശിക്ഷ ഞങ്ങൾ പ്രതീക്ഷിച്ചായിരുന്നു. പക്ഷെ ഇരട്ട ജീവപര്യന്തം ഞങ്ങളുടെ നഷ്ടം അവിടെ നഷ്ടം മാത്രമായിരിക്കുകയാണ്. ഇപ്പോഴും നഷ്ടപ്പെട്ടവർക്കേ അതിന്റെ വേദന മനസ്സിലാവൂ.
കേസിൽ ഉൾപ്പെട്ടിരുന്ന 24 പ്രതികളിൽ 10 പേരെ കുറ്റക്കാരല്ലെന്ന് കണ്ട് കോടതി നേരത്തെ വെറുതെ വിട്ടിരുന്നു. രാവിലെ വിധി പറയുന്നതിന് തൊട്ടുമുമ്പ് കേസ് അപൂർവങ്ങളിൽ അപൂർവമായി പരിഗണിക്കരുതെന്ന് പ്രതിഭാഗം കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നു. 13 പേർ കൊല്ലപ്പെട്ട ഡൽഹി സ്ഫോടനക്കേസിൽ പോലും ജീവപര്യന്തമാണ് വിധിച്ചതെന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം. കോടതി വിധിക്കെതിരെ പ്രതിഭാഗവും അപ്പീൽ പോകും. അപ് ടു 3 years ആണെങ്കിൽ ഇവിടുന്ന് തന്നെ ജാമ്യം ലഭിക്കുമായിരുന്നു. 5 വർഷമായതുകൊണ്ട് അപ്പീൽ സമർപ്പിച്ച ശേഷം സെന്റൻസ് സസ്പെൻഡ് ചെയ്ത് ജാമ്യത്തിൽ ഇറങ്ങുന്നത്. വൈകാതെ നടപടിയിലേക്ക് പോകും. ശരത് ലാലിന്റെയും കൃപേഷിന്റെയും കുടുംബാംഗങ്ങൾ എത്തിയിരുന്നു. കോൺഗ്രസ് പ്രവർത്തകരും കോടതി വളപ്പിൽ തടിച്ചുകൂടി. ന്യൂസ് 18 കൊച്ചി. കോടതി വിധി കേട്ട് അലമുറയിട്ട കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കാൻ കണ്ടുനിന്നവർക്കും കഴിഞ്ഞില്ല. വൈകാരിക നിമിഷങ്ങൾക്കാണ് കല്യോട്ടെ സ്മൃതി മണ്ഡപം സാക്ഷ്യം വഹിച്ചത്. വിധിയിൽ പൂർണ്ണ തൃപ്തരല്ലെന്ന് കുടുംബാംഗങ്ങൾ പറഞ്ഞു. കാത്തിരിപ്പിനൊടുവിൽ കോടതി വിധി അറിഞ്ഞപ്പോൾ ഹൃദയം പിളർക്കുന്ന വേദനയോടെ കൃപേഷിന്റെയും ശരത്ലാലിന്റെയും ഓർമ്മകളെ ചേർത്ത് പിടിച്ച് കുടുംബാംഗങ്ങൾ. സ്മൃതി മണ്ഡപത്തിൽ ഒത്തുചേർന്നവർ നിറകണ്ണുകളോടെ ഇവരെ ആശ്വസിപ്പിക്കാൻ കഴിയാതെ നിസ്സഹായരായി. പ്രതീക്ഷിച്ചത് പരമാവധി ശിക്ഷ, അതുകൊണ്ട് തന്നെ പൂർണ്ണ തൃപ്തിയില്ല. ഇപ്പോൾ വധശിക്ഷ കോടതി വെച്ചില്ല. ഇവരൊക്കെ വധശിക്ഷ കൊടുക്കണമെന്നാണ് ഞാൻ കോടതിയോട് ആവർത്തിച്ചുണ്ടായത്. അത് കിട്ടിയില്ല. പരമാവധി ശിക്ഷ എന്ന് വെച്ചാൽ വധശിക്ഷയാണ് നമ്മൾ ശ്രമിച്ചിരുന്നത്. MLA-മാർക്കെല്ലാം കിട്ടിയത് ചെറിയ ശിക്ഷയാണ്. വിധി കേൾക്കാൻ കൊച്ചിയിലും കുടുംബാംഗങ്ങളെത്തി. കോടതിക്ക് സമീപം പ്രോസിക്യൂട്ടറുടെ ഓഫീസിലിരുന്ന ശരത്ലാലിന്റെ സഹോദരി അമൃതയും കൃപേഷിന്റെ സഹോദരി കൃഷ്ണപ്രിയയും പൊട്ടിക്കരഞ്ഞു. ഞങ്ങൾ പ്രതീക്ഷിച്ച പരമാവധി ശിക്ഷ കിട്ടിയിട്ടില്ല. വധശിക്ഷ 1 മുതൽ 8 വരെയുള്ള പ്രതികൾക്ക് വധശിക്ഷ കിട്ടും തന്നെയാണ് പ്രതീക്ഷിച്ചിരുന്നത്. ഒരു വിധിക്കും ഇവരുടെ നഷ്ടം നികത്താനാവില്ല. വിങ്ങുന്ന ഓർമ്മകളുമായി അസാധാരണ നിയമ പോരാട്ടത്തിന്റെ അടുത്ത അധ്യായത്തിലേക്ക് കടക്കുകയാണ് ഇവർ. ന്യൂസ് 18 കൊച്ചി, കാസർഗോഡ്. പെരിയ കേസിലെ കോടതി വിധി സ്വാഗതം ചെയ്ത UDF. CPM-ന്റെ കൊലപാതക രാഷ്ട്രീയത്തിനേറ്റ തിരിച്ചടിയെന്നാണ് നേതാക്കളുടെ പ്രതികരണം. അതേസമയം CBI രാഷ്ട്രീയ ലക്ഷ്യത്തോടെ പ്രവർത്തിച്ചെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് LDF. CPM-ന്റെ കൊലപാതക രാഷ്ട്രീയത്തിന് ഏറ്റ കനത്ത തിരിച്ചടിയാണ്. അപ്പോൾ പാർട്ടിക്ക് പങ്കില്ല എന്നുള്ള സ്ഥിരം പല്ലവിക്ക് യാതൊരു അർത്ഥവുമില്ല എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു പ്രാവശ്യം കൂടി ബോധ്യമായിരിക്കും. എല്ലാ മാർഗങ്ങളും ഉപയോഗിച്ച് പ്രതികളെ സംരക്ഷിക്കാൻ വേണ്ടി സർക്കാർ നടത്തിയിട്ടുള്ള ശ്രമങ്ങൾ പൂർണ്ണമായും പരാജയപ്പെട്ട നിമിഷം. ഇത് അവസാനത്തെ വാക്കല്ലല്ലോ. തീർച്ചയായും മറ്റ് ഉയർന്ന കോടതിയുമായി ബന്ധപ്പെട്ട് ഈ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമം രാഷ്ട്രീയമായ ലക്ഷ്യത്തോടെ CPIM-നെ ഈ കേസിൻ്റെ ഭാഗമാക്കാൻ ശ്രമിച്ച നിലപാടിനെ ഫലപ്രദമായി ശക്തിയായിട്ട് ഞങ്ങൾ കൈകാര്യം ചെയ്യുന്ന നില സ്വീകരിക്കും. മറ്റേത് കേസിനേക്കാൾ ഏറെ വളരെ പ്രാധാന്യം വർദ്ധിക്കുന്ന ഒരു ജഡ്ജ്മെന്റ് ആയിട്ടാണ് ഞാനത് ഫീൽ ചെയ്യുന്നത്. ഞാൻ ഈ ഇരട്ട ആദ്യത്തെ സംഭവമല്ലേ. ഒരിക്കൽ കൂടി കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ആയുധത്തിന് രാഷ്ട്രീയമായിട്ട് പോകുന്ന കാര്യം തെളിയിച്ചിരിക്കുകയാണ്. ഇത്രത്തോളം കാര്യങ്ങൾ എത്തിയത് തന്നെ CBI കോടതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു എന്നൊരൊറ്റ കാരണമുണ്ട്. അല്ലെങ്കിൽ സംസ്ഥാനത്തെ നമ്മുടെ ഈ അന്വേഷണ വിഭാഗം ക്രൈംബ്രാഞ്ച് ഈ കേസ് അന്വേഷിച്ചിരുന്നെങ്കിൽ ആ കേസ് മറ്റ് പല കേസുകൾ പോലെ തേച്ചു മായ്ച്ചപ്പെടുമായിരുന്നു. ഞങ്ങൾ വധശിക്ഷയാണ് പ്രതീക്ഷിച്ചത്. അത്ര വലിയ കുറ്റമാണ് അവർ ചെയ്തത്. പക്ഷേ ഇരട്ട ജീവപര്യന്തം കൊടുത്തു. ആ ഇരട്ട ജീവപര്യന്തം കൊടുത്ത കാര്യത്തിൽ ഞങ്ങൾക്ക് തൃപ്തിയുണ്ട്. നിയമത്തിനും ഇനി നമുക്ക് സമീപിക്കാനുള്ള സന്ദർഭമുണ്ടല്ലോ. അപ്പോൾ അത് അതിന്റെ ഭാഗമായിട്ട് നമുക്ക് പരിശോധിക്കാൻ കഴിയും. ഇരട്ട ജീവപര്യന്തം പരമാവധി ആളുകൾക്ക് ലഭിക്കേണ്ടിയിരുന്ന ഒരു കൃത്യമാണ് അവരവിടെ നടത്തിയത്. ഉത്തരവാദികളായ ആളുകൾക്ക് കിട്ടേണ്ടുന്ന ഒരു പരമാവധി ശിക്ഷ കിട്ടിയെന്നുള്ളൊരു അഭിപ്രായം വ്യക്തിപരമായി പറയുവാൻ കഴിയുന്നില്ല. കൗമാര കലോത്സവത്തിന് അനന്തപുരി. തലസ്ഥാനത്തിന് ഇനി കലയുടെ ഉത്സവകാലം. 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് നാളെ തിരുതെളിയും. മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. മത്സരാർത്ഥികളെ വരവേൽക്കാൻ വേദികളെല്ലാം ഒരുങ്ങിക്കഴിഞ്ഞു.
യുവജനോത്സവത്തിന് ഉത്സവ മാമാങ്കത്തിന് നാളെ മുതൽ കൊടിയുയരുകയാണ്. അപ്പൊ നാളത്തെ ഒരു ദിവസത്തിന് വേണ്ടിയുള്ള ആ മൊമെന്റിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് ഇനി. നാളെ എന്തായാലും 10 മണിയോടുകൂടി ഇവിടെ പതാക ഉയർത്തും. ഈ ശില്പത്തിൽ, വീണയുടെ ശില്പത്തിലാണ് നാളെ പതാക ഉയർത്തല്. അതിനുശേഷം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. പിന്നീട് അങ്ങോട്ട് 5 ദിവസത്തേക്ക് തലസ്ഥാനത്ത് ഉത്സവമാണ്. അപ്പൊ ഇന്ന് എന്തായാലും വളരെ ആവേശത്തോടു കൂടിയാണ് ഇന്നത്തെ ഓരോ ചടങ്ങുകളും നടന്നത്. സ്വർണ്ണക്കപ്പ് എത്തിക്കുന്നതാണെങ്കിലും ആദ്യ ബാച്ച് കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിൽ നിന്ന് ആദ്യ ബാച്ച് 2 മണിയോടുകൂടി, ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി റെയിൽവേ സ്റ്റേഷനിൽ എത്തി. അവർക്ക് ഗംഭീര സ്വീകരണമാണ് ഇന്ന് നൽകിയത്. മന്ത്രി വി ശിവൻകുട്ടിയും മേയർ ആര്യ രാജേന്ദ്രനൊക്കെ ഉൾപ്പെടെയുള്ളവർ മാലയിട്ടും മധുരം നൽകിയൊക്കെയാണ് അവരെ വരവേറ്റത്. ഒപ്പം തന്നെ രാവിലെ തന്നെ സ്വർണ്ണക്കപ്പ് തലസ്ഥാനത്ത് അതിർത്തിയിലെത്തിയിരുന്നു. അതിന് വളരെ ആഘോഷപൂർണമായി ഒരു ഘോഷയാത്രയോടുകൂടിയാണ് വൈകിട്ട് 7:30 പ്രധാന വേദിയായ നിളയിൽ എത്തിച്ചത്. നമ്മളിപ്പോൾ ഉള്ളത് പ്രധാന വേദിയായ നിളയിലാണ്. ഇവിടെ നാളെ സംഘനൃത്തം, ഒപ്പം തന്നെ ഭരതനാട്യം പോലത്തെ മോഹിനിയാട്ടം, സംഘനൃത്തം പോലത്തെ മത്സരങ്ങളാണ് നാളെ പ്രധാന വേദിയിൽ നടക്കുന്നത്. നാളെ എന്തായാലും രാവിലെ 11 മണിയോടുകൂടി മത്സരങ്ങൾ തുടങ്ങുകയാണ്. പിന്നീട് അങ്ങോട്ട് 5 ദിവസത്തേക്ക് മത്സരമാണ്, ആഘോഷമാണ്. അതെന്തായാലും ആ ആവേശവും ആഘോഷവും ഒട്ടും തന്നെ ചോർന്നിട്ടില്ല. അത് ഇന്നത്തെ ആ ഒരു ദിവസം നമുക്ക് അത് മനസ്സിലാകുന്നതാണ്. എന്തായാലും നാളത്തെ ഒരു ദിവസത്തിന് വേണ്ടി, ഔദ്യോഗികമായുള്ള ആ ഒരു തുടക്കത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് തലസ്ഥാന നഗരി. ക്യാമറാമാൻ അരുൺ പാലോടിനൊപ്പം ആയിഷത്തുൽ ഷംന, ന്യൂസ് 18. സ്കൂൾ കലോത്സവത്തിനുള്ള പാചകപ്പുര ഉണർന്നു. പുത്തരിക്കണ്ട മൈതാനത്തെ പാചകപ്പുരയിൽ ആഘോഷമായി പാലുകാച്ചൽ ചടങ്ങും നടന്നു. ഒരു ഗൃഹനാഥന്റെ ഉത്തരവാദിത്വത്തോടെ ഫുഡ് കമ്മിറ്റി ചെയർമാൻ കടകംപള്ളി സുരേന്ദ്രൻ MLA നേരത്തെ എത്തി. 10:30 വിദ്യാഭ്യാസ മന്ത്രിയും വന്നു. ആദ്യം വാചകം, അത് കഴിഞ്ഞ് പാചകം. സ്വാഗത പ്രസംഗവും അധ്യക്ഷ പ്രസംഗവും ഉദ്ഘാടന പ്രസംഗവും കഴിഞ്ഞ് പാലുകാച്ചൽ. പ്രമേഹം പേടിയുള്ളവരെ പോലും പ്രലോഭിപ്പിക്കുന്ന പഴയിടം സ്പെഷ്യൽ പായസം കുടിക്കാൻ വൻ തിരക്ക്. ചക്കപ്പഴവും ഗോതമ്പും ഒന്നിച്ച പായസത്തിന്റെ അതിമധുരത്തിൽ ഷുഗറിനോട് വരെ സലാം പറഞ്ഞ് വി ശിവൻകുട്ടി. കഴിച്ച പായസത്തിന് മധുരവും അതിമധുരവുമാണ്. അതിനേക്കാൾ മധുരമായിരിക്കും യുവജനോത്സവം എന്ന് പറയുന്നത്. പഴയിടം നമ്പൂതിരി ഈ പായസം ഉണ്ടാക്കുന്നതിന്റെ ഒരു സ്പെഷ്യലിസ്റ്റാണ്. നമ്മൾ കഴിക്കുന്തോറും ധാരാളം കഴിക്കണമെന്നുള്ള ഒരു ആവേശമാണ്. പക്ഷെ നമ്മുടെ ഒരു ഡയബറ്റിക് രോഗിയായിട്ട് നമ്മുടെ സുഹൃത്തുക്കൾ സമ്മതിച്ചില്ല കഴിക്കാൻ വേണ്ടി. കുറച്ചേ കഴിച്ചുള്ളൂ. ഞാൻ പിന്നെ വരാൻ പറ്റാത്ത സാഹചര്യം ആയപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും. എന്തായാലും നല്ല പായസമായിരുന്നു. നല്ല ഭക്ഷണം കുട്ടികൾ കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ലക്ഷ്യമാണ് വിട്ടിട്ടുള്ളത്. അത് സാക്ഷാത്കരിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. വമ്പൻ സംഘവുമായി എത്തിയ പഴയിടത്തിന് പരുമരം വിശാലമായ അടുക്കള. കലോത്സവ പാചകത്തിന്റെ സിൽവർ ജൂബിലി വർഷത്തിൽ ജൂബിലി പായസം വിളമ്പാൻ ഒരുങ്ങുകയാണ് അദ്ദേഹം. ഇന്ന് കൊടുത്തത് ഗോതമ്പ് ചക്കം കൂടെ കൊടുക്കാം. ചക്കപ്പഴം വരട്ടിട്ട് ഗോതമ്പ് മിക്സ് ചെയ്തിട്ടുള്ള മന്ദിരം പറയരുത് കേട്ടോ. നമുക്കൊരു ജൂബിലി പായസം കൊടുക്കേണ്ടത് കൊടുക്കാമെന്ന് പറയും. എന്താണെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ജീവിതത്തിന്റെ ഒരു വലിയ ഭാഗം കലോത്സവത്തിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കപ്പെട്ടിരിക്കുന്നത്. കാരണം 25 വർഷം തുടർച്ചയായിട്ട് ഒരു ഫീൽഡിൽ നിൽക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. വളരെ കൺസിസ്റ്റന്റ് ആയിട്ട് നിലനിൽക്കാൻ പറ്റുന്നുള്ള ഈശ്വരാധീനം, പിന്നെ എന്നിൽ വിശ്വാസം അർപ്പിച്ച എല്ലാ ആൾക്കാരോടുള്ള പ്രാർത്ഥനയും മാത്രമാണ്. കഴിഞ്ഞ തിരുവനന്തപുരം കലോത്സവത്തിൽ വിദ്യാർത്ഥിയും മത്സരാർത്ഥിയുമായിരുന്ന മേയർക്ക് ഇത് ഉത്തരവാദിത്വത്തിന്റെ കലോത്സവം കൂടിയാണ്. സ്വാഭാവികമായിട്ട് ഞാൻ എപ്പോഴും ഓർക്കുന്നത്, അവസാനമായി തിരുവനന്തപുരത്ത് കലോത്സവം നടന്നപ്പോൾ ഞാൻ വിദ്യാർത്ഥിനിയായിരുന്നു. കലോത്സവത്തിൽ പങ്കെടുത്ത ആളാണ്. 2025 ആകുമ്പോൾ സംഘാടകരുടെ ഭാഗത്ത് നിന്ന് പങ്കെടുക്കുക. അന്ന് ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ബാൻഡായിരുന്നു, കാർമൽ ബാൻഡ് മേളമായിരുന്നു. ഹയർ സെക്കൻഡറി ആയ സമയത്ത് കോട്ടൺ ഹില്ലിൽ നാടക മത്സരത്തിന്റെ ഭാഗമായിട്ടാണ് പങ്കെടുത്തത്. തീർച്ചയായിട്ടും എല്ലാം റെഡിയാണ്. ഇനി തുടങ്ങാനുള്ള കാത്തിരിപ്പ്. ഒരു കാലത്ത് തിരുവനന്തപുരത്തിന്റെ നെല്ലറയായിരുന്നു ഈ പുത്തരിക്കണ്ടം മൈതാനം. ഇനിയുള്ള 5 ദിനരാത്രങ്ങളിൽ പുത്തരിക്കണ്ടം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് പഴയിടം മോഹനൻ നമ്പൂതിരിയുടെ ഭക്ഷണ വിഭവങ്ങളാണ്. വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഒട്ടാകെ മനസ്സും വയറും നിറയ്ക്കുന്ന ഭക്ഷണ വിഭവങ്ങളുടെ പുതിയ രുചിക്കൂട്ടുകളുമായി പഴയിടം മോഹനൻ നമ്പൂതിരിയും സംഘവും തുടങ്ങിക്കഴിയുന്നു. 100 പേരടങ്ങുന്ന ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ ഇവിടെ പ്രവർത്തിക്കുമ്പോൾ എങ്ങനെയായിരിക്കാം പഴയിടത്തിന്റെ പുതിയ വിഭവങ്ങളെന്ന് നോക്കിക്കാണണം. ക്യാമറമാൻ ഹരി വിതുരയോടൊപ്പം ഹരികൃഷ്ണൻ MS, ന്യൂസ് 18. 63ാമത് കേരള സ്കൂൾ കലോത്സവമാണ് അനന്തപുരിയിൽ പുരോഗമിക്കുന്നത്. ഒട്ടനവധി
അനന്തകല കേരള സ്കൂൾ കലോത്സവം പവർഡ് ബൈ ജിടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ. നമ്മുടെ ഭാവിയാണ്, സോ നോ കോംപ്രമൈസ്. ജിടെക് ഇൻ അസോസിയേഷൻ വിത്ത് മിൽമ, രുചിയേറും നിമിഷങ്ങൾ. അടുത്ത വർഷത്തെ സംസ്ഥാന സ്കൂൾ കായികമേളയിൽ നിന്ന് 2 സ്കൂളുകളെ വിലക്കിയ വിദ്യാഭ്യാസ വകുപ്പിന്റെ നടപടി വിവാദമാകുന്നു. കഴിഞ്ഞ കായികമേളയുടെ സമാപന സമ്മേളനം പ്രതിഷേധിച്ച് അലങ്കോലമാക്കിയതിനുള്ള നടപടി പുതിയ കായിക താരങ്ങളുടെ ഭാവിയെ ബാധിക്കുമെന്നാണ് ആക്ഷേപം. അലങ്കോലപ്പെടുത്താൻ ശ്രമിക്കരുത്. എന്തെങ്കിലും ബുദ്ധിമുട്ടോ പ്രശ്നമോ തിരുത്തുമെന്ന് ഞാൻ പറയുക. നവംബറിൽ നടന്ന കായികമേളയിൽ സ്കൂളുകളുടെ വിഭാഗത്തിൽ 80 പോയിന്റോടെ ഒന്നാമതെത്തിയത് ഐഡിയൽ EHSS ആണ്. ഔദ്യോഗിക പോയിന്റ് ടേബിളിൽ 44 പോയിന്റോടെ തിരുനാവായ നാവാമുകുന്ദ HSSും 43 പോയിന്റോടെ കോതമംഗലം മാർ ബേസിലുമായിരുന്നു 2ഉം 3ഉം സ്ഥാനങ്ങളിൽ. എന്നാൽ 2ാം സ്ഥാനം നൽകിയത് തിരുവനന്തപുരം GV രാജ സ്പോർട്സ് സ്കൂളിന്. ഇത് ചോദ്യം ചെയ്ത പ്രതിഷേധമാണ് സംഘർഷത്തിനും ഇപ്പോൾ നടപടിക്കും കാരണം. അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് അടിസ്ഥാനത്തിലായിരുന്നു ഇന്നലെ നടപടി പ്രഖ്യാപിച്ചത്. കായിക താരങ്ങളുടെ അവസരം നിഷേധിക്കുന്ന നടപടിക്കെതിരെ വലിയ പ്രതിഷേധമാണ് കായിക മേഖലയിൽ നിന്നും ഉയരുന്നത്. ഈ നടപടി ഒട്ടും ശരിയായതല്ല. അല്ലാതെ പുനർപരിശോധിച്ച് അതിനെ പിള്ളേർക്ക് വീണ്ടും എല്ലാ വർഷങ്ങളിലും തുടരെ അവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് സാധിക്കണം. സർക്കാരിൽ നിന്നും അനുകൂല നടപടി ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് മാർ ബേസിൽ മാനേജ്മെന്റ്. ഇപ്പോൾ സർക്കാർ ഇങ്ങനെ തീരുമാനം എടുത്തപ്പോൾ ഞങ്ങൾ അതിന് അഭിപ്രായം പറയണം. ഞങ്ങൾക്ക് ഇങ്ങനെ അഭിപ്രായം പറയാൻ പറ്റുമോ? പാടില്ല എന്നോ പാടുണ്ടെന്നോ പറയാൻ പറ്റുമോ? സർക്കാരിന്റെ തീരുമാനം എടുത്തേക്കണേ. എന്നെ ഇതുവരെ ഇല്ല, ഞാനും വിളിച്ചിട്ടില്ല, എന്നെ വിളിച്ചിട്ടില്ല. അനുകൂല തീരുമാനം ഉണ്ടാവുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. കായികമേളയ്ക്ക് ശേഷം നടന്ന സ്കൂൾ കലോത്സവങ്ങളിലും ചില സ്കൂളുകൾ കുട്ടികളെ മുൻനിർത്തി പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിരുന്നു. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലും അത്തരം പ്രവണതകൾ ഉണ്ടാവാതിരിക്കാനുള്ള മുന്നറിയിപ്പായിട്ടാണ് കായികമേളയിൽ പ്രതിഷേധിച്ചവർക്കെതിരെ കടുത്ത നടപടികളിലേക്ക് സർക്കാർ നീങ്ങിയത്. സ്കൂളുകൾ അപ്പീൽ നൽകിയാൽ ശിക്ഷ കുറയ്ക്കുന്ന കാര്യം ആലോചിക്കുമെന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. ഇപ്പോൾ കിട്ടുന്ന വാർത്ത, സ്കൂൾ കലോത്സവ പരാതികൾ പരിഗണിക്കാൻ പ്രത്യേക ട്രൈബ്യൂണൽ സ്ഥാപിക്കണമെന്ന് സർക്കാരിനോട് ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നു. വിരമിച്ച ഹൈക്കോടതി ജഡ്ജിയും IAS ഉദ്യോഗസ്ഥനും ഉൾപ്പെടുന്ന 3-അംഗ ട്രൈബ്യൂണലിനെ നിയോഗിക്കണം എന്നാണ് കോടതി പറയുന്നത്. കലോത്സവ പരാതികൾ പരിഹരിക്കാനായി ഹൈക്കോടതിയുടെ വിലപ്പെട്ട സമയം നഷ്ടപ്പെടുത്താനാവില്ല എന്നും കോടതി ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു. നിയമകാര്യ ലേഖകൻ അഡ്വക്കേറ്റ് CN പ്രകാശ് നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുകയാണ്. പ്രകാശ്, നാളെ കലോത്സവം തുടങ്ങാനിരിക്കുമ്പോഴാണ് കോടതിയിൽ നിന്ന് ഇത്തരമൊരു നിർദ്ദേശം വരുന്നത്. ഈ വർഷം മുതൽ, ഈ കലോത്സവം മുതൽ നടപ്പാക്കണമെന്നതാണോ കോടതി ഉദ്ദേശിക്കുന്നത്? അത് കാലാവധി എന്ന് സംബന്ധിച്ച് പറഞ്ഞിട്ടില്ല. പക്ഷേ നിരവധിയായ ഹർജികളാണ് ഹൈക്കോടതിയുടെ ഇടക്കാല ഈ അവധിക്കാല ബെഞ്ച് പോലും പരിഗണിക്കേണ്ടി വരുന്നത്. സ്റ്റാറ്റ്യൂട്ടറി അപ്പീൽ അതോറിറ്റി ഉണ്ട് വിദ്യാഭ്യാസ വകുപ്പിൽ എങ്കിൽ പോലും അവിടെയും അപ്പീൽ തള്ളുന്ന കലാ വിദ്യാർത്ഥികൾ പ്രധാനമായിട്ടും സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുക്കാൻ അനുമതി നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയെ സമീപിക്കുന്നത്. ഇത്തരം നിരവധിയായ ഹർജി വന്ന ഘട്ടത്തിൽ കൂടിയാണ് ഇതിനു വേണ്ടി ഒരു ട്രിബ്യൂണൽ രൂപീകരിക്കണമെന്ന നിർദ്ദേശം ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. സർക്കാരിനോട് ഇക്കാര്യം ഗൗരവമായി പരിഗണിക്കാനാണ് ഇന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത്. കലോത്സവത്തിലെ മൂല്യനിർണ്ണയ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പ്രത്യേക ട്രിബ്യൂണൽ അനിവാര്യമാണ് എന്ന ഒരു നിരീക്ഷണം കൂടി ഹൈക്കോടതി നടത്തുന്നുണ്ട്. ഒപ്പം കലോത്സവ പരാതികൾ പരിഹരിക്കാനായി ഹൈക്കോടതിയുടെ വിലപ്പെട്ട സമയം നഷ്ടപ്പെടുത്താനാവില്ല എന്ന് സൂചിപ്പിച്ചു. വിരമിച്ച ഹൈക്കോടതി ജഡ്ജിയും IAS ഉദ്യോഗസ്ഥരും ഉൾപ്പെടുന്ന 3-അംഗ ട്രിബ്യൂണൽ നിയോഗിക്കാനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. സ്കൂൾ കലോത്സവ ട്രിബ്യൂണൽ സ്ഥാപിക്കുന്നതിൽ സർക്കാർ ഉടൻ തന്നെ മറുപടി നൽകാനും ഹൈക്കോടതി ആവശ്യപ്പെട്ടു. ഒപ്പം തന്നെ പ്രകാശ്, ഈ സർക്കാർ മറുപടി പറയണം എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ ഹർജികൾ കോടതി പിന്നീട് പരിഗണിക്കാനായി മാറ്റിയിരിക്കുകയാണോ? അപ്പോൾ ഭാവിയിൽ അത്തരമൊരു ട്രിബ്യൂണൽ വേണം എന്നതാണോ കോടതി ഉദ്ദേശിക്കുന്നത്? സ്കൂൾ കലോത്സവ മൂല്യനിർണ്ണയത്തിൽ ചില മോശം പ്രവണതകളുണ്ട് എന്ന നിരീക്ഷണം ഹൈക്കോടതി നടത്തുന്നുണ്ട്. മൂല്യനിർണ്ണയത്തിന്റെ വേരുകൾ തേടിപ്പോയാൽ അക്കാര്യം വ്യക്തമാകും എന്ന് പറയുന്നു. വിധികർത്താക്കളുടെ പശ്ചാത്തലം കൃത്യമായി പരിശോധിക്കാതെയാണ് വിധികർത്താക്കളെ നിയമിക്കുന്നതെന്നും ഹൈക്കോടതി വിമർശനം ആയിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട്. സംസ്ഥാന സ്കൂൾ കലോത്സവം മത്സരിക്കാൻ അനുമതി തേടിയുള്ള ഹർജികളാണ് പ്രധാനമായും ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ളത്. എന്നാൽ ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം കോടതിയുടെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ശരി, അഡ്വക്കേറ്റ് CN പ്രകാശാണ് വിവരങ്ങൾ നൽകിയത്. ചോദ്യപേപ്പർ ചോർച്ചയിൽ പ്രതികളും സർക്കാർ ഉദ്യോഗസ്ഥരും ചേർന്ന് ഗൂഢാലോചന നടത്തിയതായി ക്രൈംബ്രാഞ്ച്. സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസ സംവിധാനത്തെ തകർക്കുക എന്നതായിരുന്നു പ്രതികളുടെയും
കൂട്ടുനിന്നവരുടെയും ഉദ്ദേശമെന്നും കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ ക്രൈംബ്രാഞ്ച് വ്യക്തമാക്കുന്നു. ചോദ്യപേപ്പർ ചോർച്ചക്കേസ് പ്രതിയായ MS സൊല്യൂഷൻസ് ഉടമ ഷുഹൈബിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിനിടെ രൂക്ഷമായ വിമർശനമാണ് കോടതി അന്വേഷണ സംഘത്തിന് നേരെ ഉന്നയിച്ചത്. ചോദ്യപേപ്പറിന്റെ കസ്റ്റോഡിയനായ അധ്യാപകർക്കെതിരെ കേസെടുക്കാതെ ഗൂഢാലോചന കേസ് എങ്ങനെ നിലനിൽക്കും എന്നായിരുന്നു കോടതിയുടെ ചോദ്യം. ഇതിന് പിന്നാലെ ക്രൈംബ്രാഞ്ച് കോടതിയിൽ സമർപ്പിച്ച അധിക റിപ്പോർട്ടിലാണ് പ്രതിയും സർക്കാർ ഉദ്യോഗസ്ഥരും ചേർന്ന് ചോദ്യപേപ്പർ ചോർത്താൻ ഗൂഢാലോചന നടത്തിയതായി ആരോപിക്കുന്നത്. പൊതുവിദ്യാഭ്യാസ സംവിധാനത്തിന്റെ വിശ്വാസ്യത തകർക്കുകയായിരുന്നു പ്രതികളുടെ ലക്ഷ്യം. കെമിസ്ട്രി അധ്യാപകനായ ഷുഹൈബ് ഇംഗ്ലീഷ് പരീക്ഷയുടെ ചോദ്യങ്ങൾ പ്രവചിച്ചത് ചോദ്യപേപ്പർ ചോർന്നു കിട്ടിയതിനാലാണ്. ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ ചോദ്യപേപ്പർ ചോർത്താൻ ഒരു റാക്കറ്റ് തന്നെ പ്രവർത്തിക്കുന്നതായി സംശയമുണ്ട്. വിഷയവിദഗ്ധരുടെ സാക്ഷിമൊഴിയും ചോർച്ച ശരിവയ്ക്കുന്നതാണ്. പ്രതി ഒളിവിൽ കഴിയുന്നത് തെളിവ് നശിപ്പിക്കാനാണെന്നും മുൻകൂർ ജാമ്യം നൽകരുതെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. പ്രതി ഷുഹൈബിനെതിരെ സംഘടിത കുറ്റകൃത്യ വകുപ്പ് കൂടി ക്രൈംബ്രാഞ്ച് ചുമത്തി. പൊതു ചോദ്യപേപ്പർ വിൽക്കുന്ന കുറ്റം ഉൾപ്പെടുന്നതാണ് ഈ വകുപ്പ്. കോടതി നാളെ കേസ് വീണ്ടും പരിഗണിക്കും. ന്യൂസ് 18 കോഴിക്കോട്. വടകരയിൽ കാരവനിൽ യുവാക്കൾ മരിച്ചത് കാർബൺ മോണോക്സൈഡ് ശ്വസിച്ചെന്ന് കണ്ടെത്തൽ. ജനറേറ്ററിൽ നിന്നാണ് വാതകം ഉള്ളിലെത്തിയതെന്നും വിദഗ്ധ സംഘം കണ്ടെത്തി. ശാസ്ത്രീയ പരിശോധനയിലാണ് ദുരൂഹതയുടെ തുച്ചുരുളഴിഞ്ഞത്. ഡിസംബർ 23-നാണ് 2 യുവാക്കളെ കാരവനിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കോഴിക്കോട് NITയിലെ സാങ്കേതിക വിദഗ്ധരുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ വിഷവാതകമായ കാർബൺ മോണോക്സൈഡിന്റെ സാന്നിധ്യം കണ്ടെത്തി. വാഹനത്തിലെ അടച്ചിട്ട അറയിൽ ജനറേറ്റർ പ്രവർത്തിപ്പിച്ചതാകാം അപകടത്തിനിടയാക്കിയതെന്നാണ് നിഗമനം. വിഷവാതകത്തിന്റെ തോത് 400 പോയിന്റ് കടന്നാൽ ജീവഹാനി സംഭവിക്കുമെന്ന് വിദഗ്ധർ പറയുന്നു. കാരവനിൽ ജനറേറ്റർ പ്രവർത്തിപ്പിച്ച് 1 മണിക്കൂർ പിന്നിടുമ്പോഴേക്കും 400 പോയിന്റ് മറികടന്നിരുന്നു. പ്ലാറ്റ്ഫോമിലെ ദ്വാരം വഴി വാതകം കാരവനിൽ എത്തുകയായിരുന്നു. 2 മണിക്കൂറിനകം 957 pph അളവ് കാർബൺ മോണോക്സൈഡ് പടർന്നു. ഇതാണ് മരണകാരണം. പുകയൊക്കെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ഡീറ്റെയിൽ റിപ്പോർട്ട് നമ്മളിവിടെ സ്റ്റേഷനിലേക്ക് കൊടുക്കും. കാർബൺ മോണോക്സൈഡാണ് കണ്ടെത്തിയത്. പോസ്റ്റ്മോർട്ടത്തിലും കാർബൺ മോണോക്സൈഡിന്റെ സാന്നിധ്യം കണ്ടെത്തിയിരുന്നു. പോലീസിന്റെയും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും സാന്നിധ്യത്തിലായിരുന്നു പരിശോധന. സംഭവം പുനഃസൃഷ്ടിക്കും വിധത്തിലാണ് പരിശോധന നടത്തിയത്. വിദഗ്ധ സംഘത്തിന്റെ അന്തിമ റിപ്പോർട്ട് അടുത്ത ദിവസം ലഭിക്കുമെന്ന് വടകര സ്റ്റേഷൻ ഇൻസ്പെക്ടർ N സുനിൽകുമാർ പറഞ്ഞു. കഴിഞ്ഞ മാസം 23-നാണ് നാടിനെ നടുക്കിയ ഇരട്ട മരണം നടന്നത്. വടകര കരിമ്പനപ്പാലം ദേശീയപാതയോരത്ത് നിർത്തിയിട്ട കാരവനിൽ മലപ്പുറം വണ്ടൂർ വാണിയമ്പലം സ്വദേശി മനോജ്, കണ്ണൂർ പറശ്ശേരി സ്വദേശി ജോയൽ എന്നിവരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ന്യൂസ് 18 കോഴിക്കോട്. പുകവലിയെ ന്യായീകരിച്ചും എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് എതിരെയും മന്ത്രി സജി ചെറിയാൻ. ജാമ്യമില്ലാത്ത വകുപ്പ് ചുമത്താൻ പുകവലിക്കുന്നത് മഹാ അപരാധമാണോ എന്ന് മന്ത്രി ചോദിച്ചു. കായംകുളത്ത് പ്രതിഭ MLAയുടെ ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം. 2 തവണ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. മകനെതിരായ കേസിന് പിന്നാലെ സമൂഹമാധ്യമം വഴി MLA അധിക്ഷേപകരമായ പരാമർശം നടത്തിയെന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധം. എറണാകുളം കലൂരിലെ വിവാദ നൃത്ത പരിപാടി സംഘാടകരായ മൃദംഗവിഷൻ MD നികോഷ് കുമാറിന് ഇടക്കാല ജാമ്യം. ഈ മാസം 7-ാം തീയതി വരെയാണ് ജാമ്യം അനുവദിച്ചത്. നേരത്തെ അറസ്റ്റിലായ കമ്പനി MD ഷമീർ അബ്ദുൾ റഹീം, സ്റ്റേജ് കരാറുകാരനായ ബെന്നി, ഓസ്കർ ഇവന്റ് ഉടമ കൃഷ്ണകുമാർ എന്നിവരുടെ ഇടക്കാല ജാമ്യവും നീട്ടി നൽകി. ജാമ്യാപേക്ഷകളിൽ എറണാകുളം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 7-ന് ഉത്തരവ് പറയും. അതേസമയം ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഉമ തോമസിന്റെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ട്. ഇന്ന് പ്രത്യേക മെഡിക്കൽ ബുള്ളറ്റിൻ ഉണ്ടായിരുന്നില്ല. വെന്റിലേറ്ററിൽ 2 ദിവസം കൂടി തുടരുമെന്നാണ് ആശുപത്രി അധികൃതർ കഴിഞ്ഞ ദിവസം അറിയിച്ചത്. ഷർട്ട് വിഷയത്തിൽ ശിവഗിരി മഠം പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദയ്ക്കെതിരെ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. സ്വാമി സച്ചിദാനന്ദ യോഗത്തിൽ പ്രമാണിയാകാൻ പറഞ്ഞതാണെന്നും അതിൽ കാര്യമില്ലെന്നുമായിരുന്നു വെള്ളാപ്പള്ളിയുടെ പ്രതികരണം. PV അൻവറിന്റെ UDF പ്രവേശന നീക്കത്തിൽ അനിശ്ചിതത്വം. വനം വന്യജീവി നിയമ ഭേദഗതിക്കെതിരെ അൻവർ പ്രഖ്യാപിച്ച ജനകീയ യാത്രയിൽ നിന്ന് വയനാട് DCC പ്രസിഡന്റ് ND അപ്പച്ചൻ ഉൾപ്പെടെ UDF നേതാക്കൾ പിന്മാറി. സിഡ്നി ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് ബാറ്റിംഗ് തകർച്ച. ഇന്ത്യയുടെ 1-ാം ഇന്നിംഗ്സ് 185 റൺസിന് അവസാനിച്ചു. 40 റൺസെടുത്ത ഋഷഭ് പന്താണ് ഇന്ത്യയുടെ ടോപ്പ് സ്കോറർ. ഓസ്ട്രേലിയയ്ക്കായി ബോളണ്ട് 4 വിക്കറ്റ് വീഴ്ത്തിയപ്പോൾ സ്പാർക്ക് 3 വിക്കറ്റ് നേടി. മറുപടി ബാറ്റിംഗ് ആരംഭിച്ച ഓസ്ട്രേലിയയ്ക്ക് ഉസ്മാൻ ഖവാജയുടെ വിക്കറ്റ് നഷ്ടമായി. 1-ാം ദിനം മത്സരം അവസാനിക്കുമ്പോൾ 1 വിക്കറ്റ് നഷ്ടത്തിൽ 9 റൺസ് എന്ന നിലയിലാണ് ഓസീസ്. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ.
കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 7,230 രൂപ, പവന് 57,840 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 5,995 രൂപ, പവന് 47,960 രൂപ. വെള്ളി ഗ്രാമിന് 95 രൂപ, കിലോയ്ക്ക് 95,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം പോളിഗ്രാഫ് കാണാം. നമസ്കാരം.